കാഴ്ചക്കാരുടെ മനം കവർന്ന വേദിയായി ബാലകലാമേള 2025. കുവൈറ്റിലെ കലാ സാംസ്കാരിക സംഘടനയായ ആർട്സ് ലവേഴ്സ് അസോസിയേഷനാണ് സ്കൂൾ കുട്ടികൾക്കായി കലാമേള സംഘടിപ്പിച്ചത്. കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷൻ കുവൈറ്റ് സംഘടിപ്പിച്ച ബാലകലാമേള 2025 കാഴ്ചക്കാരുടെ കണ്ണും മനസ്സും കവർന്ന വേദിയായി. കുവൈറ്റിലെ 28 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നായി 1000-ഓളം വരുന്ന മത്സരാർത്ഥികൾ പങ്കെടുത്ത ബാലകലാമേളയിൽ 12 വേദികളിലായി 18 മത്സര ഇനങ്ങൾ അരങ്ങേറി. കിൻഡർ ഗാർഡൻ, സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ എന്നീ 4 വിഭാഗങ്ങളിലെ നൃത്തനിർത്തിയ ഇനങ്ങൾ കൂടാതെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി 3 പുതിയ മത്സര ഇനങ്ങളായ മൈം, ഒപ്പന, ഗ്രൂപ്പ് സോങ് തുടങ്ങിയവയും കുട്ടികളിലും മുതിർന്നവരിലും ആവേശം പകർന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മാതൃകയിൽ വിവിധ വേദികളിലായാണ് മത്സരങ്ങൾ അരങ്ങേറിയത്. വേദികൾ ഓരോന്നിനും ഗുൽമോഹർ, മാനവീയം, പ്രയാണം, ദ്യുതി, തരംഗം, ജ്വാല, മയൂകം, അതിജീവനം, കേരളീയം, യവനിക, അക്ഷരം, മഴവില്ലി എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ പേര് നൽകിയതും ആകർഷകമായി. വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ തുടങ്ങിയ പരിപാടി രാത്രി വരെ നീണ്ടുനിന്നു. കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂളുകളിലെ മലയാളികൾ വിദ്യാർത്ഥികൾക്ക് പുറമെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും ബാലകലാമേള 2025 മാറ്റുരച്ചു. ആവേശം നിറഞ്ഞ മത്സരങ്ങൾ കാണാൻ 3000-ഓളം ആളുകളാണ് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ അബ്ബാസിയിൽ എത്തിയത്. കുവൈറ്റ് പ്രസിഡന്റ് മാത്യു ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങ് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റ് കലാവിഭാഗം സെക്രട്ടറി നിഷാന്ത് ജോർജ്, ബാലവേദി ജനറൽ സെക്രട്ടറി അഞ്ജലീറ്റ രമേശ്, ബാലകലാമേള 2025 സ്വാഗത സംഘം ജനറൽ കൺവീനർ ബിജോയ് എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. കുവൈറ്റ് ജനറൽ സെക്രട്ടറി TV ഹിക്മത്ത് സ്വാഗതം ആശംസിച്ച ചടങ്ങിന് ബിജോയ് നന്ദി പറഞ്ഞു. വിവിധ മത്സരങ്ങളിൽ വിജയികൾക്കുള്ള സമ്മാനദാനം കുവൈറ്റ് ഭാരവാഹികൾ നിർവഹിച്ചു. ഇത്തവണയും ഹൈലൈറ്റ് സംഘനൃത്തം തന്നെയായിരുന്നു. പുരാണം മുതൽ സമകാലീന സംഭവങ്ങൾ വരെ ആസ്പദമാക്കിയാണ് കുട്ടികൾ നൃത്തച്ചുവടുകൾ വെച്ചത്. അങ്ങനെ ദിവസങ്ങളായുള്ള അധ്വാനത്തിന് ഫലം നേടി വിജയസ്ഥാനങ്ങളിലെത്തിയവർ ആഹ്ലാദത്തോടും നേടാത്തവർ അടുത്ത ഉത്സവത്തിന് കാണാം എന്ന ആത്മവിശ്വാസത്തോടെയും മടങ്ങുമ്പോൾ ഇത്തവണത്തെ ബാലകലാമേളയ്ക്ക് തിരശ്ശീല വീണു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IB സുനേഷ്, വെങ്ങര.